ഹായ് ഓൾ. ഇലക്ട്രിസിറ്റിയുടെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സെഷൻ സീരീസിലാണ് നമ്മളുള്ളത്. ഇതിന്റെ തേർഡ് പാർട്ടായിട്ടാണ് സാർ ഇന്ന് വന്നിട്ടുള്ളത്. ഫിസിക്സിന്റെ ഇലക്ട്രിസിറ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ പറഞ്ഞിരുന്നു, കുറേശ്ശെ ഓരോരോ സെഷൻസ് ആയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും ബോർഡ് എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന എല്ലാ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് കാര്യങ്ങൾ സാർ എന്ത് ചെയ്യും, ഈ സീരീസിൽ പറയും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വർക്കൗട്ട് ചെയ്ത് നന്നായിട്ട് എന്ത് ചെയ്യാം, വർക്ക് ചെയ്തിട്ട് ബോർഡ് എക്സാമിന് വരുന്ന ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനും നമുക്ക് ഇനി ടഫ് ആവരുത്. അത്യാവശ്യം ടഫിലായിട്ട് തന്നെയാണ് ബോർഡ് എക്സാമിന് ഇലക്ട്രിസിറ്റിന്ന് ക്വസ്റ്റ്യൻസ് വരല്. അതുകൊണ്ടാണ് സാറ് ഓരോരോ സെഷൻസും സീരീസ് ആക്കിയിട്ട് തന്നെ നിങ്ങൾ ഇടുന്നത്. കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് പോവുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഫസ്റ്റ്, ഷോ how you would join three resistors, each of resistance 9 ohm, so that the equivalent resistance of the combination is 13.5 and 6 ohm. അപ്പോൾ നമ്മളോട് പറഞ്ഞ് ഇവിടെ എന്തുണ്ട്, 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്. ആ റെസിസ്റ്റേഴ്സ് ഒക്കെ ഏതായിരുന്നു? റെസിസ്റ്റേഴ്സ് എല്ലാം 9 ohm. സോ 9 ohmന്റെ 3 റെസിസ്റ്റേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം, 13.5 ഉണ്ടാക്കാം. നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, 9 ohm പാരലൽ ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈക്വലന്റ് റെസിസ്റ്റൻസ് ഇതിന്റെ ഹാഫ് 4.5 ആയിരിക്കും. ഇപ്പോൾ 10 വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈക്വലന്റ് റെസിസ്റ്റൻസ് 5 ആയിരിക്കും, നേരെ ഹാഫ് ആയിരിക്കും. അപ്പം നമുക്ക് നോക്കി നോക്കാം അല്ലെ, ഹാഫ് ആകുമ്പോൾ 4.5. ഇനി ഒന്നും കൂടെ ഉണ്ട്, അത് 9 കൂടി സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്ത് നോക്കുക. 4.5ഉം 9ഉം ആഡ് ചെയ്ത് എന്താ കിട്ടുക? 13.5. ജസ്റ്റ് ഒന്ന് ഷോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് വരച്ച് കാണിച്ചു കൊടുക്കാം. ഒരു 9 ohm ഇങ്ങനെ വെച്ചു. ദെൻ ഇതിന് പാരലായിട്ട് എന്ത് ചെയ്തു, അടുത്ത 9 ohm കൂടെ കൊടുത്തു. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇത് 9 ohm, ഇതും 9 ohm അല്ലെ. 9 ohm രണ്ടും പാരലായി വെച്ചാൽ ഇതിന്റെ ഇൻ ബിറ്റ്വീന് നമുക്ക്, അല്ലെങ്കിൽ ഇതിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് ഇതിന്റെ നേരെ ഹാഫ് 4.5 ohm ആയിരിക്കും. ഇനി ഇതിലോട്ട് എന്ത് ചെയ്താൽ മതി, അടുത്ത 9 ohm കൂടി ആഡ് ചെയ്യാം. അടുത്ത 9 ohm കൂടി ആഡ് ചെയ്താൽ ഇപ്പൊ എന്തായി, ഇപ്പോൾ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ്, ഈക്വലന്റ് റെസിസ്റ്റൻസ് 13.5 ആയി. ബിക്കോസ് 4.5 പ്ലസ് 9 ഈക്വൽ ടു 13.5 ohm. കണ്ടോ? ഇനി അടുത്തതാണ് ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ വരുന്നത്, 6 ohm. എങ്ങനെ 6 ohm ഉണ്ടാക്കാം? 6 ohm ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യേണ്ടേ, നമുക്കറിയാം ഇത് 3 ഒരുമിച്ച് വെച്ചാൽ, അതായത് 3 9 ohmന്റെ പാരലായിട്ട് വെച്ചാൽ എന്തായാലും 9നേക്കാൾ കുറവ്, വളരെ കുറവ് വരും. 3 ഒരുമിച്ച് വെക്കാനും പറ്റില്ല. അപ്പോഴാണ് 6 ohm 9 ohm റെസിസ്റ്റേഴ്സ് കൊണ്ട് ഈക്വലന്റ് റെസിസ്റ്റൻസ് 6 ohm ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഐഡിയ പിടിച്ചോ, നോക്കിക്കോ. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടി. ബോർഡ് എക്സാമിനൊക്കെ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്യണം. ഇതാ ഒരു 6 ohm എന്ത് ചെയ്യാം, ഇവിടെ വെച്ചു. എന്നിട്ട് ഇതിന് സീരീസ് ആയിട്ട് തന്നെ കണക്ട് ചെയ്യുക അടുത്ത 6 ohm. ഓക്കെ, രണ്ട് 6 ohm സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് ഈ ഇതിന്റെ കോമ്പിനേഷനിലോട്ട് എന്ത് ആഡ് ചെയ്യുക, പാരലായിട്ട്, സോറി 6 അല്ല 9 ആയിരുന്നു അല്ലെ, ഇതിന്റെ 9 ohm ആയിരുന്നു. ആദ്യത്തെ 9 ohm, അടുത്ത 9 ohm, അടുത്ത 9. ഇപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടുന്ന എത്ര ആയിരിക്കും എന്ന് നോക്കാം. നിങ്ങൾക്കറിയാം, നമുക്കറിയാം ഇവിടെ ടോട്ടൽ ഇത് രണ്ടും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ടോട്ടൽ എത്ര കിട്ടുക, 9 പ്ലസ് 9 18 ohm ആയിരിക്കും. അപ്പൊ ഈ 18 ohmഉം 9 ohmഉം പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യണം, RP കണ്ടുപിടിക്കാൻ നമുക്കറിയാം, R1 ഇൻറ്റു R2 ബൈ R1 പ്ലസ് R2 എന്ന് പറഞ്ഞാൽ 27. സോ ഇത് രണ്ടും കട്ട് ചെയ്താൽ 3, 18/3 ഈക്വൽ ടു 6 എന്ന് കിട്ടി. സോ ഇതിന്റെ എന്തായിരിക്കും കിട്ടുക, ഇതിന്റെ പാരലായിട്ട് എഫക്റ്റീവ് റെസിസ്റ്റൻസ് 6 ആയിരിക്കും. അപ്പൊ രണ്ടെണ്ണം സീരീസ് ആയിട്ടും ആ സീരീസിന് പാരലായിട്ടും കണക്ട് ചെയ്യണം. ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ആളുകൾ ബോർഡ് എക്സാമിന്റെ സമയത്ത് ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാറില്ല. നമ്മളെ കുട്ടികൾ, ആൽഫയുടെ കുട്ടികൾ എന്ത് ചെയ്യും, ഇത്രയും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇനി മുതൽ അറ്റൻഡ് ചെയ്തിട്ട് തന്നെ നമ്മൾ A1 കംപ്ലീറ്റ് മാർക്ക് നമ്മൾ അടിച്ചെടുക്കണം. കംപ്ലീറ്റ് എങ്ങനെ പിടിച്ചെടുക്കാം, ഇങ്ങനത്തെ ടഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമുക്ക് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ
നന്നായിട്ട് ചെയ്തിട്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അറിയാം ആർ പി എന്താ കിട്ടുന്നത്, ആർ പി കിട്ടുന്ന ടോട്ടൽ അല്ലെങ്കിൽ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 6 ഓം കിട്ടാനുള്ള ടെക്നിക്ക് നമ്മൾ പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, 3 റെസിസ്റ്റേഴ്സ് ഓഫ് 3 ഓം ഈച്ച് ആർ കണക്റ്റഡ് ടു എ ബാറ്ററി 3 വോൾട്ട് ആസ് ഷോൺ. കാൽക്കുലേറ്റ് ദ കറന്റ് ഡ്രോൺ ഫ്രം ദ ബാറ്ററി. ഇവിടെ നമ്മളോട് കറന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. കറന്റ് കണ്ടുപിടിക്കണേ ഐ ഈക്വൽ വി ബൈ ആർ, ടോട്ടൽ റെസിസ്റ്റൻസ് കാണണം. ടോട്ടൽ റെസിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കണേ ഈ രണ്ടും കണക്ട് ചെയ്തിടണം എങ്ങനെ, ഈ ഫിഗറിൽ ഇവന്മാർ രണ്ടാളെയും കണക്ട് ചെയ്തിടണം എങ്ങനെ, സീരീസാ 3+3. അപ്പൊ എത്രയായിരിക്കും, ഇവിടെ 6 ആയിരിക്കും കിട്ടുക. താഴെ പാരലൽ ആയിട്ടാ. അപ്പൊ നമുക്ക് ഇതിന്റെ പാരലൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് കാണാം, R1 ഇൻറ്റു R2 ബൈ R1 പ്ലസ് R2 പറഞ്ഞാൽ 9. കാരണം മുകളിൽ 6 ആണ്, താഴെ 3. ഇത് രണ്ടും പാരലൽ ആയിട്ട് വരുന്നതുകൊണ്ട് ടോട്ടൽ റെസിസ്റ്റൻസ് R1 ഇൻറ്റു R2 ബൈ R1 പ്ലസ് R2. സോ 6ഉം 3യും കട്ട് ചെയ്താൽ 3 കിട്ടും. 6/3 ഈക്വൽ ടു 2 ഓം ആയിരിക്കും ഇവിടെ ഉള്ള ഈ കോമ്പിനേഷന്റെ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈക്വലൻസ് റെസിസ്റ്റൻസ്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ കറന്റ് ഡ്രോൺ ഫ്രം ബാറ്ററി ആണ്. ഐ ഈക്വൽ ടു വി ബൈ ആർ ആണ്, വി 3 ആണ്, 3/2 ഈക്വൽ ടു 1.5 ആംപിയർ ആയിരിക്കും. എന്തായിരിക്കും, 1.5 ആംപിയർ ആണ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റഡി ഓഫ് ദ ഫോളോയിങ് ഇലക്ട്രിക് സർക്യൂട്ട് ഇൻ വിച്ച് ദ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ 3 ആംസ് എ ബി സി. സോ ഫസ്റ്റ് ഫൈൻഡ് ദി ഈക്വലന്റ്, ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്, ഫൈൻഡ് ദി ഈക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് ആം എ. ആം എ എല്ലാവർക്കും കാണുന്നുണ്ട്, ഇതാണ് ആം എ. ഈ ആം എ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത്, ആം എ കണക്ട് ചെയ്തിട്ടുള്ള സീരീസ് ആണ്. സോ ഈക്വലൻസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. ഈക്വലൻസ് റെസിസ്റ്റൻസ് കാണാൻ എല്ലാം ആഡ് ചെയ്താൽ മതി. 5 പ്ലസ് 15 പ്ലസ് 20 ഈക്വൽ ടു 40 ഓം ആണ് ആം എയിലെ ഈക്വലൻസ് റെസിസ്റ്റൻസ്. ആം എയിലെ ഈക്വലൻസ് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടി 40 ഓം. 20, 30, 40. Then calculate the equivalent resistance of the parallel combination of B and C. So നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും ബിയും സിയും പാരലൽ കോമ്പിനേഷൻ ആണ് അല്ലെ. ബട്ട് ഇതും നോക്കുമ്പോൾ ആദ്യം ഇതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കണം. ഇത് സീരീസ് ആണ്. ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കുക, 5 പ്ലസ് 15 30. ഇവിടെ ടോട്ടൽ 30 ആണ്. താഴെയോ 30, 50, 60. ഇവിടെ 60 ആണ്. ഇതിന്റെ പാരലൽ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞ്. അപ്പോൾ പാരലൽ കോമ്പിനേഷൻ ഓഫ് ആം ബി ആൻഡ് സി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആർ പി ആണ് നമുക്ക് കിട്ടേണ്ടത്. ആർ പി എന്ന് പറഞ്ഞാൽ 13 60 ആവുമ്പോൾ 60 ഇൻറ്റു 30 R1 ഇൻറ്റു R2 ബൈ R1 പ്ലസ് R2. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കട്ട് ചെയ്താൽ 3 എന്ന് കിട്ടും. 60/3 20 ഓം. ശ്രദ്ധിക്കണേ, ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 20 ഓം ആണ്. അത് അവിടെ നിൽക്കട്ടെ. 20 ഓം സാർ ബോക്സ് ആക്കി അവിടെ വെച്ചിട്ടുണ്ട്, 20 ഓം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ കറന്റ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദ അമ്മീറ്റർ. അമ്മീറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് കണ്ടുപിടിക്കണം. സോ സി ക്വസ്റ്റ്യൻ പറഞ്ഞ അമ്മീറ്ററിലൂടെ കറന്റ് ഐ ഈക്വൽ ടു വി ബൈ ആർ ആണ്. ബട്ട് ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈക്വലൻസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നിങ്ങൾ നോക്കുക 20, അതുപോലെ ഇവിടെ എത്ര കിട്ടിയുള്ളത്, ആം എയില് 40 ആണ്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്താ, ടോട്ടൽ റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഇതും കണക്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെ, സീരീസ് ആയിട്ടല്ലേ. അപ്പൊ ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് 20, ഇവിടെ ടോട്ടൽ എത്ര കിട്ടിയിട്ടുള്ളത് 40. അപ്പൊ 20 പ്ലസ് 40, 20 പ്ലസ് 40 ഈക്വൽ ടു 60 ഓം. അങ്ങനെയാണെങ്കിൽ ഐ ഈക്വൽ ടു എന്ത് കണ്ടുപിടിക്കാം, വി ബൈ ആർ. ഐ ഈക്വൽ ടു വി ബൈ ആർ ആണ്. ഐ ഈക്വൽ ടു വി ബൈ ആർ ചെയ്താൽ എന്താ കിട്ടുക, ഐ ഈക്വൽ ടു വി എന്തായിരുന്നു, വി 6 ആണ്. 6/60 എന്ന് പറഞ്ഞാൽ 1/10 ഈക്വൽ ടു 0.1 ആംപിയർ എന്ന് കിട്ടും. എന്തായിരിക്കും കിട്ടുക, 0.1 ആംപിയർ. ഇതിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യനും കൂടി തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനും കൂടി നോക്കണം. ഡിറ്റർമൈൻ ദ കറന്റ് ദാറ്റ് ഫ്ലോസ് ഇൻ ദ അമ്മീറ്റർ വെൻ ദ ആം ബി ഈസ് വിഡ്രോൺ ഫ്രം ദ സർക്യൂട്ട്. ഈ ആം ബി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ നിന്ന് ഒഴിവാക്കി. ഇതിൽ നിന്ന് എന്ത് ചെയ്തു, ഒഴിവാക്കിയാൽ പിന്നെ ഇതിൽ ടോട്ടൽ എത്രയാണ് റെസിസ്റ്റൻസ്, ടോട്ടൽ കറന്റ് എത്രയായിരിക്കും ഉണ്ടാവുക എന്ന് ചോദിച്ചു. ആം ബി ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇത് രണ്ടും സീരീസ് ആയിട്ടായിരിക്കും വരിക അല്ലെ. ഇതിന്റെ പിറകെ ആയിരിക്കും ഇത് വരുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും,
30, 50, 60. അപ്പൊ 60 ഉണ്ടാവും. ഇത് എത്രയായിരിക്കും? 20, 15, 5. അപ്പോൾ ഇതെന്തായിരിക്കും? 30. ഇവിടെ ടോട്ടൽ 60 ഉണ്ടാവും, 40. അപ്പൊ 60 പ്ലസ് 40 എന്ന് പറഞ്ഞാൽ 100 ആയിരിക്കും ഉണ്ടാവുക. അതായത് ഈ ആമാൻ കളയുമ്പോത്തിന് ആ പാരലൽ കണക്ഷൻ പോവാണ്. അപ്പൊ ഇവിടുത്തെ റെസിസ്റ്റൻസ് കൂടുകയാണ്. അങ്ങനെയാണ് ഈ സെക്കൻഡ് കേസിൽ ഐ എന്താണ്? 6 തന്നെ ആയിരിക്കും. വോൾട്ടേജ് V/R ആണ്. ആർ എന്താ? റെസിസ്റ്റൻസ് 100 ആണ്. 6/100 എന്ന് പറയുമ്പോൾ 0.06 ആംബിയർ ആയിരിക്കും ആൻസർ വരുന്നുണ്ടാവുക. 0.06 ആംബിയർ. ഓക്കെ. അപ്പൊ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിസ്റ്റ് 2 അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് എ സീരീസ് സർക്യൂട്ട്സ് ഇൻ ഹോംസ്. ഡിസഡ്വാൻറ്റേജ് ആണ് അല്ലെ? നമ്മളെ വീട്ടിൽ എപ്പോഴും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ലിസ്റ്റ് 2 ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് എ സീരീസ് സർക്യൂട്ട് ഇൻ ഹോംസ്. വീട്ടില് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ രണ്ട് ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാ പറയാ? ഇഫ് ഓൾ ഡിവൈസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ദ ഗ്രേറ്റേഴ്സ് ദ റെസിസ്റ്റൻസ്. റെസിസ്റ്റേഴ്സ് എന്താവും? റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ. ഇനിയോ ഇഫ് എ ഡിവൈസ് ഹാവ് ഫോൾട്ടഡ് ദെൻ ഓൾ ഡിവൈസ് ഓഫ് ഹോം സ്റ്റോപ്പ് വർക്കിംഗ്. ഏതെങ്കിലും ഒരു ഡിവൈസിന് എന്തെങ്കിലും ഫോൾട്ട് വന്നാൽ എല്ലാ ഡിവൈസും എന്ത് ചെയ്യും? വർക്ക് ചെയ്യാതിരിക്കും. അതൊരു ഡീമെറിറ്റ് കൂടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഇൻ ദ സർക്യൂട്ട്. അപ്പൊ ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതാ ഇവനും എപ്പോഴും ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, സീരീസ് ആണെങ്കിലും പാരലൽ ആണെങ്കിലും അത് ചെക്ക് ചെയ്യാനുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഇവിടെ ചോദിച്ച എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഇൻ ദ സർക്യൂട്ട് ഗിവൺ ബിലോ ആണ്. എയിൽ നിന്ന് ബിയിലോട്ട് എത്തണം. അപ്പൊ അതിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ സാർ ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. എന്ന് ബിയിലോട്ട് എത്തുമ്പോ രണ്ട് റെസിസ്റ്ററിന്റെ ഉള്ളിലൂടെയും കയറിയിട്ട് വേണം പോകണമെന്നുണ്ടെങ്കിൽ അത് സീരീസ് ആണ്. ഏതെങ്കിലും ഒന്നിലൂടെ കയറിയാൽ മതിയെങ്കിൽ അത് പാരലൽ ആണ്. ഇപ്പൊ നിങ്ങൾ ഇതിലൂടെയാണ് പോകുന്നതെങ്കിൽ രണ്ടിലും എന്ത് ചെയ്യണം? കയറണം. അതുകൊണ്ട് ഇത് രണ്ടും സീരീസാ. അപ്പൊ നമുക്ക് ഇത് രണ്ടിന്റെയും ടോട്ടൽ എത്ര കിട്ടുക? 6 + 4 10 ഓം ആണ് ഇത് കിട്ടുക. സോ അത് ഇവിടെ ഞാൻ വരച്ചു വെച്ചു, 10 ഓം. അപ്പോ എ എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്, ഇവിടെ 10 ഓം. ഇനി ഇതാ ഈ സൈഡിലൂടെയാണ് നടന്നു വരുന്നെങ്കിലോ, ഈ സൈഡിലൂടെ പോകുമ്പോൾ ഇത് രണ്ടും സീരീസാ. സോ അതിനെ നമുക്ക് 3 + 3 6 ഓം എന്ന് കിട്ടും. ഇത് 6 ഓം. അതവിടെ നിൽക്കട്ടെ. ഇനി നോക്കുക, സെന്ററിൽ ഉള്ളത് 15 ഓം ആണ്. ഓക്കെ, ഇതാ ഇവിടെയാണ് ബി. ഇനി നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക, ഏന്ന് ബിയിലോട്ട് വേണമെങ്കിൽ ഇതിലൂടെ പോവാം, വേണമെങ്കിൽ ഇതിലൂടെ പോകാം, വേണമെങ്കിൽ ഇതിലൂടെ പോവാം അല്ലെ? അങ്ങനെ ഓരോ വഴിയിലൂടെയും നമുക്ക് പോകാൻ പറ്റും. ഒന്നിലൂടെ മാത്രം കയറിയാൽ മതി. അതുകൊണ്ട് തന്നെ ഈ 3 കണക്ഷൻസും പാരലൽ ആണ്. സോ ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ പാരലൽ കണ്ടാൽ മതി. 1/R ഈക്വലൻസ് അല്ലെങ്കിൽ RP = 1/10 പ്ലസ് 1/15 പ്ലസ് 1/6. എല്ലതും നമുക്ക് 30 ആക്കാം അല്ലെ? അതുകൊണ്ട് ഇവിടെ × 3 × 3 × 2 × 2 × 5 × 5. So 5 + 2 + 3 ആണ് 10. Then = 10/30. അപ്പോൾ R ഈക്വലൻസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ റെസിപ്രോക്കൽ എടുക്കാം, തിരിച്ചിടാം. R ഈക്വലൻസ് = 30/10 = 3 ഓം. എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? 3 ഓം. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കി നോക്കാം. 29th question. A 6 ohm resistance wire is doubled on itself. Calculate the new resistance of the wire. നമുക്കറിയാം എന്തെങ്കിലും ഒരു സംഭവം, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 3 2 ohm resistors A, B, C are connected in such a way that total resistance of combination is 3 ohm. Show that the arrangement of 3 resistors and justify your answer എന്നാണ്. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A 3 ohm, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, A 6 ohm resistance wire is doubled on itself. Calculate the new resistance. അപ്പൊ നിങ്ങൾക്കറിയാം, ഞാൻ എന്ത് ചെയ്തു? ഫസ്റ്റ് ഒരു 6 ohm വയർ എടുത്തു. ഇതിനെ നമ്മൾ ഡബിൾ ആക്കുമ്പോൾ, ഇപ്പോ ഇതാണ് ആ വയർ എന്ന് വിചാരിക്കുക.
ഏതെങ്കിലും സാധനത്തിന് നമ്മൾ ഇറ്റ്സെൽഫ് ഡബിൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലെങ്ത് എന്തായി കൂടും, ലെങ്ത് കൂടും, അത് ശരിയാണ്, ലെങ്ത് കൂടും. ബട്ട് ഇതിന്റെ വിഡ്ത്ത് അതുപോലെ ഏരിയ എന്ത് ചെയ്യും, അതിന്റെ ഹാഫ് ആയിട്ട് കുറയും. ഇപ്പൊ ലെങ്ത് ഇവിടെ എത്തിയപ്പോ 2L ആയി, ഏരിയ എന്തായി, ഏരിയ നേരെ ഹാഫ് ആയിട്ടുണ്ടാവും. നിങ്ങനൊക്കെ അറിയണ്ടാവും, നമ്മളൊരു സാധനം വലിച്ചു നീട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏരിയ കുറയും, ലെങ്ത് കൂടും. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോ ഫസ്റ്റ് ടൈമില് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമുക്കറിയാം റോ എൽ ബൈ എ ആയിരുന്നു. ഈ റോ എൽ ബൈ എ ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, 6 ഓം എന്ന് കിട്ടിയത്. എന്തായിരുന്നു, 6 ഓം. ഇനി നെക്സ്റ്റ് ടൈമിലുള്ള റെസിസ്റ്റൻസ് ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോ ഇവിടെ എന്താണ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്, അതിൽ റോ എൽ 2L ആയിട്ടുണ്ട്, എ ബൈ 2 ആയിട്ടുണ്ട്. ഈ ബൈ 2 നേരെ മുകളിലെത്തും. അപ്പോൾ ആർ ഈക്വൽ ടു എന്തായിരിക്കും, ആർ ഈക്വൽ ടു 2 into 2 4, 4 റോ എൽ ബൈ എ എന്നാവും. 4 റോ എൽ ബൈ എ. നിങ്ങൾക്ക് അറിയാം റോ എൽ ബൈ എ എന്ന് പറഞ്ഞാൽ 6 അല്ലേടാ. നമുക്ക് റോ എൽ ബൈ എ എന്ന് പറഞ്ഞാൽ എന്താ, 6 ആണ്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 4 into 6 ഈക്വൽ ടു 24 ഓം ആയിരിക്കും. ഡബിൾ ആക്കിയപ്പോ 4 ടൈംസ് കൂടിയിട്ടുണ്ട്. ഡബിൾ ആക്കിയപ്പോൾ റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. കാരണം ലെങ്ത് കുറയുന്നുണ്ട്, ഏരിയ കുറയും. ലെങ്ത് കൂടുന്നു, ഏരിയ കുറയുന്നു. ലെങ്ത് കൂടുമ്പോഴും റെസിസ്റ്റൻസ് കൂടും, ഏരിയ കുറയുമ്പോഴും റെസിസ്റ്റൻസ് കൂടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു, 2 ഓം റെസിസ്റ്റേഴ്സ്. നമ്മളെ കയ്യിൽ എന്തുണ്ട്, 2 ഓം റെസിസ്റ്റേഴ്സ് ഉണ്ട്, 3 പീസസ് ഉണ്ട്. ആർ എ ബി സി ടോട്ടൽ റെസിസ്റ്റൻസ് 3 കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കണക്ഷൻ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും അറേഞ്ച്മെന്റ്. നമുക്കറിയാം 2ഉം 2ഉം പാരലാക്കി വെച്ചാൽ അതിന്റെ ഹാഫ് 1 ആണ്. പിന്നെ അതിനോട് 2 കൂടി ആഡ് ചെയ്താൽ മതി. ഈ 2 ഓം റെസിസ്റ്റേഴ്സ് 3 എണ്ണം ഉണ്ട്. ഇതുകൊണ്ട് നമുക്ക് 3 ഓം റെസിസ്റ്റൻസ് ടോട്ടൽ കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആദ്യം നമ്മളൊരു 2 ഓം റെസിസ്റ്റർ എടുത്തു. എന്നിട്ട് അതിന്റെ താഴെ വീണ്ടും ഒരു 2 ഓം റെസിസ്റ്റർ പാരലായിട്ട് കണക്ട് ചെയ്തു. ദെൻ ഒരു 2 ഓം റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. സോ ഇവിടെ നോക്കുക, 2 ഓം 2 ഓം, ഇവിടെ ഒരു 2 ഓം. നിങ്ങൾക്ക് അറിയുന്നതാണ് 2 ഓമും 2 ഓമും കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ എന്തായിരിക്കും, ഇതിന്റെ നേരെ ഹാഫ്. 1 പ്ലസ് 2 ഈക്വൽ ടു 3 ഓം റെസിസ്റ്റൻസ് കിട്ടി. അപ്പോ നമ്മളോട് ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞ 2 റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ആൻഡ് ദാറ്റ് കോമ്പിനേഷൻ വിൽ കണക്ട് ടു ഇൻ എ സീരീസ് 2 ഓം റെസിസ്റ്റർ. അപ്പൊ ടോട്ടൽ എന്തായി, 3 ഓം റെസിസ്റ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ എ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് എ സർക്യൂട്ട് കൺസിസ്റ്റിംഗ് ഓഫ് ബാറ്ററി ഓഫ് 3 cells 2 volt, a combination of 3 resistors of 10 ohm, 20 ohm and 30 ohm connected in parallel, a plug key and a ammeter all connected in series. Use this circuit to find the value of following. അപ്പൊ നമ്മളോട് എന്ത് ചെയ്യാണ്, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഡ്രോ എ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് സർക്യൂട്ട്. സർക്യൂട്ടിൽ എന്തൊക്കെ വേണം, എ ബാറ്ററി ഓഫ് 3 cells 2 volt. അപ്പൊ നമുക്ക് സർക്യൂട്ടില് ആദ്യം എന്ത് ചെയ്യാം, സർക്യൂട്ട് വരക്കാം. സർക്യൂട്ടിൽ 3 വോൾട്ടിന്റെ 3 സെൽ, 2 വോൾട്ടിന്റെ 3 സെൽസ് വെച്ചാൽ എന്തായി, 3 സെല്ലുകൾ വെച്ചാൽ 6 വോൾട്ട് ആയി. അപ്പോ അതൊക്കെ. ഇനി എന്താണ് അടുത്ത്, ഒരു കീ വെക്കാം. ഇതാ ഒരു കീ വെച്ചു. ദെൻ 3 റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. പ്ലഗ് കീ വേണം, അമ്മീറ്റർ വേണം. സോ ഇവിടെ ഒരു അമ്മീറ്റർ വെക്കുന്നുണ്ട്. അമ്മീറ്റർ നിങ്ങൾക്ക് ഇഷ്ടമല്ല എവിടെ വെക്കാം, പാരലൽ ആവണം എന്നുള്ളൂ, സോറി സീരീസ് ആവണം എന്നുള്ളൂ. ഇവിടെ നെഗറ്റീവ് ആണ്, ഇവിടെ പോസിറ്റീവ്. ദെൻ ഇഷ്ടമുള്ള പോലെ വെക്കാം. അടുത്ത് എന്തായാലും പറഞ്ഞിട്ടുള്ള അമ്മീറ്റർ, പ്ലഗ് കീ, കണക്ട്. 10 ഓം. അപ്പൊ ഇവിടെ 10 ഓം, 10 ഓം. ദെൻ 20 ഓം. 3 റെസിസ്റ്റേഴ്സ് എന്ത് ചെയ്യണം, 3 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യണം. 2
ത്രീ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയാൽ അറിയുന്നുണ്ടാവും 10 ഓം, 20 ഓം, 30 ഓം. ഇതാണ് കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് സ്കീമാറ്റിക് ഫിഗർ വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തെന്താ ഫൈൻഡ് ചെയ്യാണ്? കറന്റ് ത്രൂ ഈച്ച് റെസിസ്റ്റർ. ഈച്ച് റെസിസ്റ്ററിലെ കറന്റ് ആണ് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഫസ്റ്റത്തെ 10 ഓമിലൂടെയുള്ള കറന്റ് I1 എടുക്കാം. I1 എന്തായിരുന്നു? 6 അല്ലെ, I ഈക്വൽ V/R ആണ്. സോ V 6 ആണ്, R 10. അപ്പൊ എന്താ കിട്ടുക? 0.6 ആംപിയർ. അടുത്തത് I2 ആണ്. I2 എന്ന് പറഞ്ഞാൽ 6/20. അപ്പോൾ 3/10 then 0.3 ആംപിയർ. I3 എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? I3 6/30. 2/10 is 0.2 ആംപിയർ. അപ്പൊ 3 കാര്യങ്ങളും കിട്ടി. ഏതൊക്കെയായിരുന്നു? 0.6, 0.3, 0.2 ആംപിയർ. ഇത് 3ഉം കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് എന്താണ്? ടോട്ടൽ കറന്റ് ഇൻ ദ സർക്യൂട്ട്. ടോട്ടൽ കറന്റ് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. ഇത് 3 ആഡ് ചെയ്താൽ മതി. ടോട്ടൽ കറന്റ് ഫൈൻഡ് ചെയ്യാൻ ചെയ്താൽ മതി. 0.6 പ്ലസ് 0.3 പ്ലസ് 0.2. 0.6 പ്ലസ് 0.3 പ്ലസ് 0.2 ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 1.1 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, അതും ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടി. ഇനി അടുത്തെന്താ? ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാം. ഇതെങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത്? പാരലലാണ്. സോ പാരലാണെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ RP ആണ് അല്ലെ, 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. നമുക്കറിയാം എല്ലാം 30 ആണ്. 20, 30. സോ ഇതിനെ LCM എടുത്താൽ 60 ആയിരിക്കും വരിക. അപ്പൊ 6 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഇവിടെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഇവിടെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. താഴെ ഡിനോമിനേറ്റർ നമുക്ക് 60 ആക്കാം, ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താ കിട്ടുക? 6 പ്ലസ് 3 പ്ലസ് 2 11/60 1/RP. So total resistance in parallel is 60/11 ohm എന്ന് നമുക്ക് എന്ത് ചെയ്യും? റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി with the help of a suitable circuit diagram, prove that the reciprocal of equivalent resistance of a group of resistance joined in parallel is equal to the sum of the reciprocals of the individual resistance. നമ്മളോട് ഒരു ഫിഗർ ജസ്റ്റ് വരച്ചിട്ട്, ഇപ്പോ പാരലൽ ജസ്റ്റ് ഒരു 3 വരക്കാം. സ്യൂട്ടബിൾ റെസിസ്റ്റൻസ്. ഇപ്പൊ നമുക്കിവിടെ പാരലില് ഒരു ഫിഗർ വരക്കാം. അപ്പൊ നേരത്തെ വരച്ച പോലെ തന്നെ പാരലിൽ ഒരു ഫിഗർ വരച്ചിട്ട് 1, 2, 3 ഒരു ഫിഗർ വരച്ചു. ഇവിടെ വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. ഒരു അമ്മീറ്റർ കൊടുക്കാം. ഓക്കെ, ഇത് R1, R2, R3. ഇവിടെ നെഗറ്റീവ്, പോസിറ്റീവ്. നിങ്ങൾ നോക്കണേ, നമ്മളോട് പറഞ്ഞ് റെസിപ്രോക്കൽസ് ഓഫ് ഈക്വലന്റ് റെസിസ്റ്റൻസ്. അപ്പൊ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന്റെ മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പാരലിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പഠിച്ചിട്ടുള്ള ഫീച്ചേഴ്സ് എന്തായിരുന്നു? പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പാരലിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമുക്കറിയാം. പാരലിൽ കണക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ വോൾട്ടേജ് സെയിം ആണ്. വോൾട്ടേജ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇറ്റ്സ് എൻഡ് ഈസ് സെയിം. സോ നമുക്കറിയാം ഇതിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. കറണ്ട് എന്താണ്? കറണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ് നമുക്കറിയാം. ബട്ട് കറണ്ട് എന്താ? കറണ്ട് ഈസ് ഡിഫറെന്റ് ആണ്, അല്ലെങ്കിൽ കോമ്പിനേഷൻ ആണ് കറന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇത് ടോട്ടൽ കറന്റ് I കണ്ടുപിടിക്കണം. പാരലിലുള്ള ടോട്ടൽ കറന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? I1 പ്ലസ് I2 പ്ലസ്
I3 ആഡ് ചെയ്യേണ്ടി വരും. ഇനി ഇത് മൂന്നിലേക്ക് കറണ്ട് ഡിഫറെന്റ് ആയതുകൊണ്ട് ടോട്ടൽ കറണ്ട് ഇൻ പാരലൽ കോമ്പിനേഷൻ കണ്ടുപിടിക്കാൻ ഇത് മൂന്നും ആഡ് ചെയ്യേണ്ടി വരും. സോ ഇത് മൂന്നും ആഡ് ചെയ്യാം. അതിനു മുമ്പ് ഓംസ് ലോ അല്ലെ, അപ്ലൈ ഓംസ് ലോ. നമുക്ക് അപ്ലൈ ഓംസ് ലോ. ഓംസ് ലോ എന്ത് ചെയ്യാം, ജസ്റ്റ് അപ്ലൈയിങ് ഓംസ് ലോ. ഓംസ് ലോ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം I ഈക്വൽ ടു എന്താടാ, V/R ആണ്. സോ അത് ഇവിടെ കൊടുക്കാൻ പോവാണ്. I ഈക്വൽ ടു V/R ആയതുകൊണ്ട് ഇവിടെ അതെന്ത് ചെയ്യാണ്, ജസ്റ്റ് നമുക്ക് ഒന്ന് കൊടുക്കാം. ജസ്റ്റ് I ഈക്വൽ ടു V/R ആയതുകൊണ്ട് ഇതിവിടെ കൊടുത്താൽ എന്ത് ചെയ്യണം, ആദ്യം IP എന്തായിരിക്കും വരുന്നുണ്ടാവുക, IP ഈക്വൽ ടു V/RP. നിങ്ങൾക്കറിയാം V എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ V സെയിം ആണ്, അതായത് കോൺസ്റ്റന്റ് ആണ്, V ചേഞ്ച് വരില്ല. അങ്ങനെയാണെങ്കിൽ I1 എന്തായിരിക്കും, I1 ഈക്വൽ ടു അതുപോലെ V/R1 എന്ന് കൊടുക്കാം. I2 എന്തായിരിക്കും, V/R2 എന്ന് കൊടുക്കാം. I3 എന്തായിരിക്കും, V/R3 എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ IP എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഈ സംഭവം, ഇതിന്റെ കോമ്പിനേഷൻ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാണ്. IP എന്ന് പറഞ്ഞാൽ IP നെ ഇവിടെ ചേഞ്ച് ചെയ്തു, V/RP ആക്കി. സോ V/RP ഈക്വൽ ടു V/R1. I1 നൊക്കെ ചേഞ്ച് ചെയ്തു, V/R1 ആക്കി, V/R2, V/R3 ആക്കി. അപ്പൊ V/R1 പ്ലസ് V/R2 പ്ലസ് V/R3 ആക്കി. നോക്കുക, എല്ലാത്തിലും കോമൺ ആയിട്ട് V ഉണ്ട്. V കട്ട് ചെയ്താൽ 1/RP ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. നമുക്കറിയാം ഇപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എന്താണ്, ദ റെസിപ്രോക്കൽ ഓഫ് ഈക്വലന്റ് റെസിസ്റ്റൻസ്. ദ റെസിപ്രോക്കൽ ഓഫ് ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈസ് ദ സം ഓഫ് the join in parallel is equal to sum of the reciprocal of individual resistance. അതാണ് ഇപ്പൊ പ്രൂവ് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഇത് ബി ക്വസ്റ്റ്യൻ. ഇൻ ഇലക്ട്രിക് സർക്യൂട്ട് 2 resistors of 12 ohm each are joined in parallel of 6 volt battery. Find the current drawn from the battery എന്നാ പറഞ്ഞു. അപ്പൊ നിങ്ങൾ നോക്കണേ, ഇവിടെ കറന്റ് ആണ് ഫൈൻഡ് ചെയ്യാം. ബി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള കറന്റ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അതിൽ എന്തൊക്കെയാ തന്നിട്ടുണ്ട്, ദ സർക്യൂട്ട് ഓഫ് 2 resistors of 12 ohm പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. വോൾട്ടേജ് തന്നിട്ടുണ്ട് 6 ohm. പിന്നെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പാരലൽ ആയിട്ട് 12ന്റെ എന്ത് തന്നിട്ടുണ്ട്, 12. 2 resistors of 12 ohm എന്നാണ് പറഞ്ഞത്. അപ്പൊ പാരലൽ ആണ്. RP കണ്ടുപിടിക്കാൻ നമുക്കറിയാം 12 into 12 by 12 plus 12. ഇത് രണ്ടും കട്ട് ചെയ്താൽ 2 കിട്ടും. 12/2 6 ohm ആണ് ടോട്ടൽ റെസിസ്റ്റൻസ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് വരിക. I ആണ് കണ്ടുപിടിക്കേണ്ടത്. I ഈക്വൽ ടു V/R ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. V 6 ആണ്. 6/6 ഈക്വൽ ടു 1 ആംപിയർ ആണ് ആൻസർ ആയിട്ട് വരിക. നിങ്ങൾ പതുക്കെ ഇത് കണ്ടു നോക്കുക, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ചു നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ദ സീരീസ് കോമ്പിനേഷൻ ഓഫ് 3 resistors എസ്റ്റാബ്ലിഷ് ദ റിലേഷൻ R ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 where the symbols have their usual meaning. Calculate the equivalent resistance of the combination of 3 resistors of 6 ohm, 9 ohm and 18 ohm joined in parallel. അപ്പൊ നമുക്കറിയാം ഇവിടെ ക്വസ്റ്റ്യനിൽ സീരീസിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ബട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കാൽക്കുലേറ്റ് ദി ഈക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ ഓഫ് 3 resistors 6, 9, 18. ഇത് മൂന്നുമാണ്. അപ്പൊ പാരലൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്കറിയാം 1/RP ഈക്വൽ ടു 1/R1 എന്ന് പറഞ്ഞാൽ 1/6 പ്ലസ് 1/9 പ്ലസ് 1/18. ഇത് ചെയ്താൽ മതി. നമുക്കറിയാം എല്ലാതും 18 ആക്കാം. ഇവിടെ ഇൻറ്റു 3 ചെയ്യാം, ഇവിടെ ഇൻറ്റു 3, ഇവിടെ ഇൻറ്റു 2 ചെയ്യാം, ഇവിടെ ഇൻറ്റു 2. സോ ഡിനോമിനേറ്റർ എന്തായി, 18 ആയി. ന്യൂമറേറ്റർ 3 പ്ലസ് 2 പ്ലസ് 1 6/18 ആയി. ദെൻ RP എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ എടുക്കാം. 18/6 ഈക്വൽ ടു 3 ohm ആയിരിക്കും ഫൈനൽ ആൻസർ. ഇപ്പൊ നിങ്ങൾ ഇത് ട്രാക്കിൽ കയറി വരുന്നുണ്ട്. എന്താ കാരണം, നമ്മൾ അടുത്തടുത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ബോർഡ് എക്സാമിന് വരുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 33
ഇൻ ദ ഗിവൺ ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് നോക്കുക. ഇൻ ദ ഗിവൺ സർക്യൂട്ട് ഡയഗ്രാം കാൽക്കുലേറ്റ് ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. നിങ്ങൾക്കറിയാം ഇത് എങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത് പാരലൽ ആയിട്ടാണ്. സോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് 1/RP ഈക്വൽ ടു 1/3 പ്ലസ് 1/4 പ്ലസ് 1/6. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇതെന്താണ്. എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 12 ആക്കാം, ഡിനോമിനേറ്റർ സെയിം ആക്കാം. അപ്പൊ ഇൻറ്റു 4 ഇൻറ്റു 4, ഇവിടെ ഇൻറ്റു 3 ചെയ്താൽ മതി, ഇവിടെ ഇൻറ്റു 3 ചെയ്താൽ മതി, ഇവിടെ ഇൻറ്റു 2 ഇവിടെ ഇൻറ്റു 2. സോ 1/RP ഈക്വൽ ടു ഡിനോമിനേറ്റർ എല്ലാം സെയിം ആക്കി, ന്യൂമറേറ്റർ 4 + 3 7 9 ആയി. ദെൻ RP ഈക്വൽ ടു തിരിച്ചിട്ടാൽ റെസിപ്രോക്കൽ എടുത്താൽ 4/3 ആയിരിക്കും കിട്ടുക. 4/3 ചെയ്ത് നമുക്ക് 0.75 എന്ന് കിട്ടും. എന്താ വേണമെങ്കിൽ 4/3 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോ എത്ര 4/3 ജസ്റ്റ് ഇവിടെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1/3 1.0 3 3 are 9. 1.3 സംതിങ് കിട്ടും. 1.33 ഓം. അപ്പൊ 4/3 ഓം ഓർ 1.33 ഓം എന്ന് കിട്ടുന്നുണ്ടാവും. ഇനി നോക്കുക സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ദ കറന്റ് ത്രൂ ഈച്ച് റെസിസ്റ്റർ. ഓരോ കറന്റിലും പാരലൽ ആവുമ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് കറന്റ് കണ്ടുപിടിക്കാം. ഫസ്റ്റത്തെ കറന്റ് എന്ന് പറഞ്ഞാൽ I1 ഈക്വൽ ടു V/R ആണ്. V/R എന്ന് പറഞ്ഞാല് 3 ആണ്. ഇവിടെ R ഫസ്റ്റ് 3 ആണ്. അപ്പൊ 2 ആംപിയർ ആണ്. അടുത്ത I2 എന്ന് പറഞ്ഞാൽ 6/4 ആണ്. 6/4 എന്ന് പറഞ്ഞാൽ 3/2 1.5 ആണ്. അടുത്ത I3 ആണ്. I3 എന്ന് പറഞ്ഞാൽ 6 ആണ് വോൾട്ടേജ്, റെസിസ്റ്റൻസ് 6 ആണ്, 1 ആംപിയർ ആണ്. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഈച്ച് റെസിസ്റ്റൻസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദി ഈക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് 3 റെസിസ്റ്റേഴ്സ് R1 R2 R3 ഇൻ സീരീസ് R1 + R2 + R3. നമ്മൾ നേരത്തെ എന്ത് ചെയ്തു, പാരലിന്റെ കേസ് പ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ഇത് എന്ത് ചെയ്യാം, പ്രൂവ് ചെയ്യാം. അപ്പൊ എ ക്വസ്റ്റ്യൻ എന്താണ് എന്നുള്ളത് നോക്കാം. പ്രൂവ് ദാറ്റ് ഈക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് 3 റെസിസ്റ്റേഴ്സ്. ഇവിടെ അറിയാം സീരീസ് കണക്ഷനിലാണ് എന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറന്റ് ആയിരിക്കും. അതായത് വോൾട്ടേജ് ഡിഫറന്റ് ആയിരിക്കും. ബട്ട് സെയിം എന്തായിരിക്കും, കറന്റ് സെയിം ആയിരിക്കും. കറന്റ് സെയിം അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ ഒരു കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അങ്ങനെയാണ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറന്റ് ആണെന്നുണ്ടെങ്കിൽ VS ടോട്ടൽ സീരീസിലുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ V1 + V2 + V3 എക്സെട്ര ഇത് ആഡ് ചെയ്തായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, V എന്ന് പറഞ്ഞ ഓംസ് ലോ അപ്ലൈ ചെയ്യാം. അപ്ലൈയിങ് ഓംസ് ലോ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഓംസ് ലോ അപ്ലൈ ചെയ്താൽ നമുക്കറിയാം V ഈക്വൽ ടു I × R ആണ്. സോ ഇവിടെ എന്ത് ചെയ്യുന്നു, VS ആണ്. അപ്പൊ VS എന്ന് പറഞ്ഞാൽ I × RS ആണ്. ബിക്കോസ് I എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ് സീരീസില്. ഇനി V1 എന്തായിരിക്കും, I × R1. എന്താണ്, I കോൺസ്റ്റന്റ് ആണ്. V2 I × R2. V3 I × R3. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ പോലെ കോമ്പിനേഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നോക്കുക, VS ഈക്വൽ ടു നിങ്ങൾക്കറിയാം V1 + V2 + V3 ആണ്. അങ്ങനെ നമ്മൾ കോമ്പിനേഷൻ എഴുതുകയാണെങ്കിൽ VS എന്താ, IRS ആണ്. ഈക്വൽ ടു V1 എന്ന് പറഞ്ഞ IR1 ആണ്, പ്ലസ് V2 IR2 ആണ്, V3 IR3 ആണ്. ഓക്കെ, എല്ലാത്തിലും കോമൺ ആയിട്ട് I നിങ്ങൾ കാണുന്നുണ്ട്. I കട്ട് ചെയ്താൽ R സീരീസ് ഈക്വൽ ടു R1 + R2 + R3. ഇതാണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞ്, പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ്. അപ്പൊ നിങ്ങളോട് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേമാതിരി ചെയ്യാം. വേണമെങ്കിൽ ഒരു അടിപൊളി ഫിഗർ കൂടെ സീരീസിന്റെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിലെ ബി ക്വസ്റ്റ്യൻ, യു ഹാവ് 4 റെസിസ്റ്റേഴ്സ് ഓഫ് 8 ohm each.
ഷോ ഹൗ വുഡ് യു കണക്ട് ദീസ് റെസിസ്റ്റേഴ്സ് ടു ഹാവ് എ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് 8 ഓം എന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ കയ്യിൽ എന്തുണ്ട്? 8 ഓമിന്റെ 4 റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് 8 ഓം തന്നെ ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും കണക്ട് ചെയ്യേണ്ടി വരിക? ശ്രദ്ധിച്ചോ, 8 ഓം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യാണ്? ഇവിടെ 8 ഓമിന്റെ ഒന്ന് ഇവിടെ വെച്ചു. ദെൻ 8 കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയുണ്ടാവും 16ഉം 16ന്റെ ഹാഫ് അല്ലേടാ 8 അല്ലേ? അപ്പൊ 16ഉം 16ഉം മേക്ക് ചെയ്താൽ മാത്രമേ 8 കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? 16 മേക്ക് ചെയ്യണം. അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. 16 മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു 8 ഇവിടെ വെച്ചു, ഒരു 8. ദെൻ ഇവിടെ വീണ്ടും ഒരു 8 കൂടെ വെച്ചു. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം 8+8 ഇത് 8 ഓം ആണ്, ഇത് 8 ഓം ആണ്, 16 ആണ്. ഇനി നമ്മൾ ഇതിന്റെ താഴെ വീണ്ടും 16 ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു 8 വെച്ചു, ദെൻ ഇവിടെ ഒരു 8 കൂടെ വെച്ചു. 8 ഓം 8 ഓം. ഇപ്പൊ എന്തായി? ഇവിടെ ടോട്ടൽ 16 ആയി. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 16 × 16/16 + 16. ഇത് ചെയ്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടുക? 8 ഓം ആണ് കിട്ടുന്നുണ്ടാവുക. 16 നിങ്ങൾക്കറിയാം 32ന് 16 2 62/2 8 ഓം. അപ്പൊ ഇത് 8 ഓം തന്നെ കിട്ടുന്നുണ്ടാവുക. ഇതിന്റെ ഇൻ ബിറ്റ്വീൻ എന്തായാലും കിട്ടുന്നുണ്ടാവുക 8 ഓം. ഇതാണ് ഇതിന്റെ എന്ത് അറേഞ്ച്മെന്റ് ആയിട്ട് വരുന്ന ബി ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാൻ. ഓക്കെ, അടുത്തത് ഡ്രോ എ ലേബൽഡ് സർക്യൂട്ട് ഡയഗ്രാം ഷോയിങ് 3 resistors R1, R2, R3 connected in series with a battery, a rheostat, a plug key and an ammeter using standard circuit symbols. Use this circuit to show that the same current flows through every part of the circuit. നമ്മളോട് ഇത് കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള സീരീസ് ആണ്. സീരീസിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് തന്നെ ആയിരിക്കും? സെയിം കറണ്ട് തന്നെ ആയിരിക്കും അല്ലെ? ഇനിയോ ലിസ്റ്റ് 2 precautions you would observe while performing the experiment. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളോട് 2 പ്രിക്കോഷൻസ് എടുക്കണം എന്നാ പറഞ്ഞു. കാരണം ഇത് സീരീസിലാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നോക്കുക, R1, R2, R3 എന്ത് ചെയ്തിട്ടുണ്ട്? സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അവ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ റിയോസ്റ്റാറ്റ് ഉണ്ട്, ദെൻ ഒരു കീ ഉണ്ട്, അമ്മീറ്റർ ഉണ്ട്, പിന്നെ എന്തുണ്ട്? ഒരു എനർജി സോഴ്സ് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ബാറ്ററി സെൽ കൊടുത്തിട്ടുണ്ട്. അടുത്തെന്താ ചോദിച്ചാൽ യൂസ് ദിസ് സർക്യൂട്ട് ടു ഷോ ദാറ്റ് ദ സെയിം കറന്റ് ഫ്ലോസ് ത്രൂ എവരി പാർട്ട് ഓഫ് ദ സർക്യൂട്ട്. നമുക്കറിയാം ദ വാല്യൂ ഓഫ് ദ കറന്റ് ഇൻ അമ്മീറ്റർ ഈസ് സെയിം ബിക്കോസ് ഇത് എങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള സീരീസിലാണ്. ഇറ്റ് മീൻസ് ദാറ്റ് ഇൻ സീരീസ് കോമ്പിനേഷൻ ദ കറന്റ് ഈസ് സെയിം ഇൻ എവരി പാർട്ട് ഓഫ് ദ സർക്യൂട്ട്. ദെൻ അടുത്തത് പ്രിക്കോഷൻസ് ആണ്. എന്തൊക്കെ പ്രിക്കോഷൻസ് നമ്മൾ ഇങ്ങനൊരു സർക്യൂട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നോക്കണം എന്നുള്ളതാണ്. കാഷ്വൽ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന തന്നെ ഓൾ ദ കണക്ഷൻസ് ആർ നീറ്റ് ആൻഡ് ടൈറ്റ്. നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ചെയ്യണം. അമ്മീറ്റർ ഈസ് കണക്റ്റഡ് വിത്ത് പ്രോപ്പർ പൊളാരിറ്റി. പോസിറ്റീവ് ടെർമിനൽ ഓഫ് അമ്മീറ്റർ ഷുഡ് പോസിറ്റീവ് ടെർമിനൽ ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ഓഫ് അമ്മീറ്റർ നെഗറ്റീവ് ടെർമിനൽ. മാത്രമല്ല അമ്മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. ഓക്കെ.